ഹലോ മലയാളീസ്, എന്നാ ഉണ്ട്? അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ DJI Osmo Pocket 3 ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊരു ചെറിയ റിവ്യൂ നോക്കിയാലോ. അപ്പം മിസ് മീ ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് ബ്ലോഗ്. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് DJI Osmo Pocket 3. അതിൻ്റെ കോംബോയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം ക്യാമറയില്ല, കാരണം ആ ക്യാമറയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോംബോയ്ക്കകത്ത് എന്താ കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഫസ്റ്റ് ആദ്യം തന്നെ ക്യാമറയുണ്ട്, അതിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ ഒന്ന് നമ്മുടെ എക്സ്ട്രാ ബാറ്ററി പവർ ബാങ്ക് ടൈപ്പ് ഇതൊരെണ്ണം കിട്ടും. പിന്നെ ഇതിൻ്റെ തന്നെ നമ്മുടെ സ്റ്റാൻഡ് വെക്കാനുള്ള ഒരു മോഡൽ എൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ട്രൈപോഡ്, ചെറിയൊരു നമ്മുടെ ചാർജർ, പിന്നെ അത് കെട്ടാനുള്ള വള്ളി, ക്യാമറ കെട്ടാനുള്ള വള്ളി, പിന്നെ ഇതെൻ്റെ ജിമ്പിൽ, അതായത് ഓസ്മോ പോക്കറ്റ് 3 വെക്കാനുള്ള നമ്മുടെ അതിൻ്റെ ഒരു കവറ്. അതായത് ക്യാമറ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് വെക്കുന്നതായിരിക്കും സേഫ്, കാരണം ജിമ്പിൽ അത്രയ്ക്കും സേഫ് അല്ല ഒറ്റയ്ക്കായി പിടിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ മൈക്ക് വെക്കാനുള്ള മാഗ്നറ്റ് നല്ല പവറുള്ള സാധനം കേട്ടോ ഇത്. ഈ സാധനം ഇട്ടാൽ എത്ര ഓടിപ്പോയാലും ഇത് മൈക്ക് നമ്മുടെ ദേഹത്തുനിന്ന് പോവുകയില്ല, അമ്മാതിരി പവർ ഈ സാധനത്തിന്. പിന്നെ ഒരു വൈഡ് ലെൻസ്, ഇത്രയും സാധനവും പിന്നെ ഒരു മൈക്കും. നമ്മളെ മൈക്ക് ഞാൻ കുത്തി വെച്ച സാധനം, ഈ സാധനമാണ് കിട്ടുന്നത്. മൈക്ക് 2 അല്ലായിരുന്നു, മൈക്ക് 2. ഇത്രയും സാധനമാണ് ഈ കോമ്പയ്ക്കകത്ത് നമുക്ക് കിട്ടുന്നത്. മറന്നുപോയി, അത്ര സാധനമല്ല കേട്ടോ. ഈ ഒരു സാധനം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. ഇത് ഞാൻ പറയാൻ മറന്നുപോയി, കാരണം ഇത് പുറത്തായിരുന്നു ഇരുന്നത്, അതുകൊണ്ട് ഇത് പറയാൻ മറന്നുപോയി. ഇവനാണ് നമ്മൾ പറഞ്ഞ നായകൻ. ആ ട്രൈപോഡും കൂടി ഇല്ല എങ്കിൽ ഇവൻ കയ്യിൽ തീരെ ചെറിയ സാധനം, നമ്മുടെ കൈപ്പത്തിന് അത്ര പോലും ഇല്ല. എൻ്റെ പൊന്നടവേ, കൊടുത്ത കാശിന് മുതലെന്ന് വേണം നമുക്കിതിന് പറയാം. കാരണം അത്രയ്ക്ക് ചെറുതാണ്, തീരെ ചെറിയ സാധനം. ഈ ക്യാമറ തന്നെയായിട്ട് നമുക്ക് നമ്മുടെ ഷർട്ടിൻ്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്താണ്, വലിയ ക്യാമറ പോലെ നമ്മൾ ബാഗിൻ്റെ അകത്ത് തൂക്കി പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ സേഫ്റ്റി ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകുന്നത് തന്നെയാണ് ഒന്നുകൂടെ നല്ലത്. പിന്നെ ഇത് ആദ്യം മേടിച്ച സമയത്ത് എനിക്കിത് ഉപയോഗിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതുവരെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇത് ജിബിൽ ആയതുകൊണ്ട് ഇങ്ങോട്ട് ക്യാമറ വെച്ചാൽ ആദ്യമൊക്കെ സമയത്ത് അങ്ങോട്ട് പോകുമായിരുന്നു. പിന്നെ സെറ്റിങ്സൊക്കെ പഠിച്ച് വന്നപ്പോഴാണ് ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ ഈ സാധനത്തിൽ കണ്ട ഉപ്പ മെമ്മറി കാർഡൊന്നും ഇടാൻ പറ്റില്ലെന്ന് ഇത് മേടിച്ച് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായത്. കാരണം ഇതിന് അതിൻ്റേതായ മെമ്മറി കാർഡുകൾ തന്നെ നമ്മൾ മേടിച്ചിടണം. പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ് ഇട്ടാലും വർക്കാവുന്നുണ്ട്, റെക്കോർഡാകുന്നുണ്ട്. പക്ഷേ 1-2 സെക്കൻഡ് കഴിയുമ്പോഴും അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ DJI Osmo Pocket 3 എന്ന് പറയുന്ന ഈ ക്യാമറ. കാരണം നമ്മുടെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ മൈക്കുണ്ടല്ലോ, ഇതിൻ്റെ റിമോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, ഇതിൻ്റെ മുകളിൽ ഇവിടെ 8 എന്ന് സിമ്പിൾ കൊടുത്ത് നിങ്ങൾക്ക് സാധനം കണ്ടോ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അത് പിടിച്ച് നിൽക്കിയാൽ ഇത് റെക്കോർഡാവുകയും ഒന്നിൽ പിടിച്ച് നിൽക്കുക റെക്കോർഡ് ഓഫ് ആവുകയും ചെയ്യും. ഇത് മനസ്സിലായത് അബദ്ധവശാൽ ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് റെക്കോർഡാകാൻ സ്റ്റാർട്ട് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതുകൊണ്ട് അങ്ങനെ ഒരു ഉപയോഗമുണ്ടല്ലോ അല്ലേ എന്ന്. അപ്പം ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യുക. പിന്നെ നമ്മളെ ഫേസ് തന്നെ ട്രാക്ക് ചെയ്യുന്നുള്ളത് കൊണ്ട് ഇത് എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്തിട്ട്, അതായത് ഒരു മുറിക്കകത്താണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ മൈക്ക് നമുക്ക് ഒരു റിമോട്ടായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അടിപൊളിയല്ലേ? മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാഗിൻ്റെ അകത്തെ ഇതിൻ്റെ ഈ ക്യാമറയുടെ ഈ കവർ ഇത് നമ്മുടെ ബാഗിൻ്റെ അകത്ത് കയറുന്നില്ല. അത് ഞാൻ നോക്കിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് ക്യാമറ പ്ലേസ് ചെയ്തിട്ട് ബാഗിൻ്റെ അകത്ത് കയറ്റാൻ നോക്കിയിട്ട് കയറുന്നില്ല. കാരണം ക്യാമറയുടെ ഇച്ചിരി ലെന്ത് പുറത്തേക്ക് ഇരിക്കുന്ന കാരണം ബാഗിൻ്റെ അകത്ത് ആ ഒരു സ്പേസ് കൊള്ളുന്നില്ല. ഇനി എനിക്ക് അങ്ങനെ പറ്റുന്നതാണോ അതോ വെക്കാൻ അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെയുള്ളവർ ഇനി എനിക്ക് തെറ്റ് പറ്റുന്നതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടേ. പിന്നെ ഇതിൻ്റെ ആകെയുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത്, ഈ Osmo Pocket 3 എന്ന് പറയുന്ന ഈ വെർഷൻ അല്ലെങ്കിൽ അവരുടെ DJIയുടെ ഇനി വരുന്ന ക്യാമറകളൊക്കെ ആണെങ്കിലും വാട്ടർ പ്രൂഫും കൂടിയൊക്കെ ആയിരുന്നെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എപ്പോഴാണ് മഴ പെയ്യുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതായിട്ട് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ കുടയായിട്ട് ഇറങ്ങണം. ഇനി കുട പിടിച്ചുകൊണ്ട് പോയാലോ ഒടുക്കത്തെ കാറ്റുമായിരിക്കും. കാറ്റും ആ കുടയും എന്നെ കൊണ്ട്, എൻ്റെ ഇപ്പോഴത്തെ ശരീരപ്രകൃതി വെച്ച് എന്നെ കൊണ്ട് എല്ലാം പോകും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാമറ ഞാൻ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലും ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളാണ് ഈ ക്യാമറ ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് റീൽസ് എടുക്കാൻ സിമ്പിളല്ലേ. ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ആ മൈക്കിൻ്റെ റിമോട്ട് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി നിന്ന് നെക്കിയിട്ട് 2 ഡാൻസ് കളിച്ചാൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ്. പിന്നെ ഇതിൻ്റെ ആപ്പിൽ തന്നെ നമ്മൾ ഗ്രാമറസ് രീതിയിൽ നമുക്ക് ഈ വീഡിയോ ഫുട്ടേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. അടിപൊളി, എന്താ അല്ലേ, കൊള്ളാം. പിന്നെ ഞാൻ ആദ്യമൊക്കെ
വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഞാൻ സാധാരണ ഫോണിലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് എൻ്റെ യൂട്യൂബ് ഈ ചാനലിൽ തന്നെ ആദ്യത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ കാണാം. അതിൻ്റെ അകത്ത് എൻ്റെ സൗണ്ട് ചിലതിൽ പതറിയായിരിക്കും, ചിലത് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കും കയറി വരുന്നത്. ഇപ്പം ഇത് ഓസ്മോ പോക്കറ്റ് എടുത്തു കഴിഞ്ഞാണെങ്കിലും ഈ മൈക്ക് ഉപയോഗിച്ചില്ലെങ്കിലും ഇതിന് നല്ല വോയിസ് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്കും പ്രശ്നമില്ലെന്നാണ് ഞാൻ എടുത്ത് നോക്കിയിട്ടുള്ളതിൽ തോന്നുന്നത്. പക്ഷേ മൈക്കില്ലെങ്കിൽ നമ്മുടെ വോയിസ് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യുന്നുണ്ട് ഇത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡി ജെയുടെ തന്നെ ഏതെങ്കിലും നമുക്ക് എക്സ്ട്രാ മൈക്ക് വേണം, ഇതല്ല നമുക്ക് ഇനി രണ്ടെണ്ണം കൂടെ വേറെ വേണമെങ്കിലും നമുക്ക് മൈക്ക് തന്നെയായിട്ട് മേടിക്കാം. അപ്പോൾ നമുക്ക് ഇൻബിൽറ്റ്, അതായത് വേറെ നമുക്ക് റിസീവറിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് ഓസ്മോ പോക്കറ്റിലേക്ക് തന്നെ റിസീവർ ഉണ്ടല്ലോ. അപ്പം ഈസി, വേറെന്താ പറയാൻ. ഇനി ഓസ്മോ പോക്കറ്റ് 3 എടുക്കാനോ വിചാരിക്കുന്നവരുടെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാം. നിങ്ങൾ ആദ്യം തന്നെ ചാടിപ്പോയി എടുക്കരുത്. കാരണം ഇത് സാധനം കുഞ്ഞനാണെങ്കിലും ഒത്തിരി സെറ്റിങ്സും പരിപാടിയും ഒക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ നോക്കി ഇതിൻ്റെ തന്നെ, അതായത് ഓസ്മോ പോക്കറ്റിൻ്റെ തന്നെ ഒത്തിരി സെറ്റിങ്സും പരിപാടിയുള്ള ക്ലാസ്സിന് നമ്മൾ മലയാളത്തിൽ തന്നെ പല യൂട്യൂബേഴ്സും ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ട് പഠിച്ചിട്ട് മാത്രം ക്യാമറ എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ല. കാരണം ഇനി ഒന്നും അറിയാതെ നമ്മൾ പോയി തുടക്കത്തിൽ തന്നെ പോയി ക്യാമറ എടുത്ത് കഴിഞ്ഞ് ഒന്നും അറിയാതെ കയറി നിൽക്കിക്കഴിഞ്ഞാൽ പല പരിപാടിയും പറ്റും. അതുകൊണ്ട് എടുത്ത ഉടനെ നമ്മുടെ സർവീസിന് വിടുന്നത് മോശമല്ലേ. അപ്പം നേരെ പഠിച്ചിട്ട് എടുക്കുന്നതായിരിക്കുമല്ലോ ഒന്നിനും നല്ലത്. എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇനി ചിലർക്ക് ഈ ബാഗ് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളപ്പം ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ ലെൻസ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് ഉണ്ട്, അതിൻ്റെ അകത്ത് വെക്കാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ മൈക്കിൻ്റെ മാഗ്നറ്റ് അതിൻ്റെ സെൻറ്റർ ഇതിൻ്റെ അകത്തും വെക്കാം. ഇനി അതല്ല, ഈ മൈക്ക് വേണം. ഈ മൈക്ക് നമ്മൾ ഏറ്റവും മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ക്യാമറയും വെക്കാം. വളരെ സിമ്പിളല്ലേ? അല്ലേ? എന്താ പരിപാടിയല്ലേ? എന്തായാലും എനിക്ക് ഡി ജെയുടെ സാധനം കൊടുത്ത കാശിന് മുതലായിട്ടുണ്ട്. അടിപൊളി പരിപാടിയാണ്, അടിപൊളി സാധനമാണ്, പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കതല്ല പ്രശ്നം. ഉപയോഗിച്ച് റിവ്യൂ പറയാമെന്ന് പറഞ്ഞ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇതിനകത്ത് മൊത്തം അൺബോക്സിങ് ആയിപ്പോയോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. എന്തായാലും ക്ഷമിക്കുക, അങ്ങനെ ആയിപ്പോയെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ കുറ്റമാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പം ബൈ.